ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഇപ്പം നമ്മൾ കണ്ട വചനമാണത്. അതായത് ജനക്കൂട്ടത്തെ മത്തായിയുടെ സുവിശേഷം 9:36 അല്ലേ, എന്താണ്? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എന്താ കാരണം? ആ ജനങ്ങളെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ട ആടുകളെപ്പോലെ പരിഭ്രാന്തരായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. എപ്പോഴും വരെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല. അപ്പോൾ പരിഭ്രാന്തി വരും. പിന്നെ എന്താണ് പരിഭ്രാന്തിയുടെ അവസാനം? എന്താ? നിസ്സഹായത. അപ്പോൾ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയമാണത്, പരിഭ്രാന്തതയും നിസ്സഹായതയും. നമുക്കൊക്കെ വരും ഇടക്കിടക്ക്. അതുകൊണ്ട് എന്താ ചെയ്യണത്? നമ്മൾ മർക്കോസ് 6:34 വായിക്കുമ്പോൾ എന്താണ് കർത്താവ് ചെയ്തതെന്ന് മനസ്സിലാകും. ഈ പരിഭ്രാന്തത മാറ്റാൻ, അതുപോലെ തന്നെ ഈ നിസ്സഹായത മാറ്റാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? അവൻ പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. കണ്ടാ മർക്കോസിൻ്റെ സുവിശേഷം 6:34. അപ്പോൾ കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? കർത്താവ് പഠിപ്പിക്കണത് എന്തിനാ? ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കണവരുണ്ട്, പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നവരുണ്ട്. എന്തിനാ? ജോലി കിട്ടാൻ. എന്തിനാണ്? ജീവിക്കാൻ, അല്ലേ? 10 പൈസ സാലറി കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷേ ബൈബിൾ പഠിക്കണേ എന്തിനാ? സാലറി കിട്ടാനില്ല. ബൈബിൾ പഠിക്കണേ എന്തിനാ? പരിഭ്രാന്തത മാറ്റാൻ, നിസ്സഹായത മാറ്റാൻ. അതാണ് പല കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു എന്ന് പറയണത്. അപ്പോൾ ബൈബിൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ 9:36 അനുസരിച്ച് കൊണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിലെ 6:34 അനുസരിച്ച് കൊണ്ട്, കർത്താവേ എന്റെ ആകുലതകളെ, പരിഭ്രാന്തത മാറ്റി, എന്റെ നിസ്സഹായത മാറ്റി, അത് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നൽകാനത് വചനമാണെങ്കിൽ ആ വചനം അതിനു വേണ്ടി പഠിക്കാനുള്ള ഉത്കർഷം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും നമ്മളെ മർക്കോസിന്റെ സുവിശേഷം കണ്ടില്ലേ? 6:34 കണ്ടില്ലേ? അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം കണ്ടില്ലേ? 9:36 കണ്ടില്ലേ? എന്താണ്? പരിഭ്രാന്തത, നിസ്സഹായത. അതിനു വേണ്ടിയാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്, വചനങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം നമ്മൾ അറിയണം. നമ്മുടെ പരിഭ്രാന്തത മാറാനും ഇടയൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഇടയൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം കിട്ടാൻ വേണ്ടിയാണ് വചനങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇപ്പം എന്താ കാര്യം വെച്ചാൽ, ഇടയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരും? പരിഭ്രാന്തത മാത്രമല്ല വരണത്. ഇടയൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരാൻ പോണത് എന്താണ്? ദൈവത്തിൻ്റെ ബോധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് ചിന്തിച്ചാൽ ഉണ്ടാകാൻ പോണത് എന്താണ്? മ്ലാനതയുണ്ടാവും. അതാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പറ്റിയത്. മ്ലാനതയില്ല അവർക്ക്. ഇപ്പോൾ 24:17 അവർക്ക് മ്ലാനതയുണ്ടായി. ഇപ്പോൾ 9:36 അപ്പോസ്തലന്മാരെ ജനക്കൂട്ടത്തെ കണ്ടപ്പോഴേ കർത്താൻ അനുകമ്പ തോന്നാൻ കാര്യം അവർ പരിഭ്രാന്തരെ, നിസ്സഹായരായിരുന്നു. ഈ പരിഭ്രാന്തയും നിസ്സഹായതയും തന്നെയാണ് ഈ മർക്കോസിൻ്റെ മത്തായിയുടെ 9:36 അനുസരിച്ചുള്ള പരിഭ്രാന്തതയും നിസ്സഹായതയും തന്നെയാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 24:17. എന്താണ്? മ്ലാനത. രണ്ടും വിഷയം എന്താണ്? ഇടയൻ നഷ്ടപ്പെട്ടു. ഈ സുവിശേഷ ഭാഗങ്ങൾ ഭയങ്കര ബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി ധ്യാനിച്ചെടുത്തതാ, കർത്താവ് തന്നതാ. അതായത് ഒരു സ്ഥലത്ത് ഇടയൻ നഷ്ടപ്പെട്ടു, അവർ പരിഭ്രാന്തയും നിസ്സഹായതയുമായി. മർക്കോസ് 9:36, അതുപോലെ അല്ല മത്തായി 9:36, മർക്കോസിൻ്റെ 6:34. ഇപ്പോഴെവിടെ എന്താ? നമ്മൾ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് തന്നെ അവർക്ക് ഇടയൻ നഷ്ടപ്പെട്ടതാ. ഇടയൻ മരിച്ചു. ആ ക്ലയോഫാസിൻ്റെ ഭാര്യ കുരിശിൻ്റെ ചുവട്ടിൽ മെനയെന്ന് നിന്നിരുന്ന ആളാണ്. ആ കക്ഷി വരെ ഇപ്പോൾ വണ്ടി വിടുകയാണ്, വീട്ടിലോട്ട് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്, കർത്താവിനെ ഉപയോഗിച്ച് ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. ഗുഡ് ബൈ പറയുക മാത്രമല്ല, ദൈവവിശ്വാസം നഷ്ടപ്പെടുക, കർത്താവിൻ്റെ ദൗത്യത്തിൽ സംശയം തോന്നുക, സ്വന്തം വീട്ടിൽ ചെന്ന് അഭയം പ്രാപിക്കാൻ വേണ്ടിയുള്ള തിരിച്ചോട്ടമാണ് നടത്തുന്നത്. ശിഷ്യന്മാരിങ്ങനെ ചെയ്യും. വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ അതുകൊണ്ട് അവരെ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അവരെന്താ പറയണത്?
24:17 ലൂക്കാസ് വിശേഷം. അവർ മ്ലാനവദനരായിരുന്നു. ഹൃദയത്തിൻ്റെ അവസ്ഥയാണല്ലോ മുഖത്ത് കാണുന്നത്. മ്ലാനവദനരായിരുന്നു. ഇനി കർത്താവിൻ്റെ ദൗത്യം എന്താണ്? ഇവിടെ പഠിപ്പിക്കുകയല്ല ചെയ്യണ കർത്താവ്, പഠിപ്പിച്ച കാര്യങ്ങളെ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനിക്കും. അതാണ് അവർ പറയണത്. കർത്താവ് കൂടെ നടന്നിട്ട് വചനങ്ങളെ വ്യാഖ്യാനിക്കും. അപ്പം നമ്മൾക്ക് പഠനവും വേണം, വ്യാഖ്യാനവും വേണം. വെറുതെ വ്യാഖ്യാനമല്ല, ജീവിതബന്ധിയായ വ്യാഖ്യാനം വേണം. പഠനവും വേണം, കർത്താവിൻ്റെ പഠനവും വേണം, അത് വചനത്തിൻ്റെ പഠനവും വേണം, അതേസമയം തന്നെ വ്യാഖ്യാനവും വേണം. വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 24:25 സംഭവിക്കും. ലുക്കായുടെ സുവിശേഷം 24:25 അവൻ ദൈവവചനം വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തിനാണ് ഈ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത്? ഇവർ പരിഭ്രാന്തരാണ്, നിസ്സഹായരാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് വചനം പഠിപ്പിക്കും. പിന്നെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വചനം വ്യാഖ്യാനിച്ച് കൊടുക്കും. അപ്പോൾ വ്യാഖ്യാനം പ്രധാനപ്പെട്ട ദാനിയേലിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, നെബൂഖദ്നേസറൊക്കെ വിളിക്കുമ്പോൾ വ്യാഖ്യാനിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും വ്യാഖ്യാനം ദൈവത്തിൻ്റേതാണെന്ന് പറയും. ആര് പറയും? ദാനിയേൽ പറയും വ്യാഖ്യാനം ദൈവത്തിൻ്റേതാണ്. അത് ശരിയാണ് സംഭവം. അതാണ് ഇപ്പോൾ 24:25 നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ. ദൈവത്തിൻ്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കും. മ്ലാനവദനായിട്ടുള്ള ഹൃദയം ജ്വലിക്കും, പരിഭ്രാന്തരുടെ ഹൃദയം ജ്വലിക്കും, നിസ്സഹായുടെ ഹൃദയം ജ്വലിപ്പിക്കും. കർത്താവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, എമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സ്തുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഈ വൈകുന്ന കാലമില്ലേ, ജീവിതത്തിൽ വൈകുന്ന, അച്ഛൻ നേരത്തെ പറഞ്ഞത് എന്താണ്? വൈകിയാണ് ഈശോയത്ര എന്ന്. ഇതുപോലെ തന്നെ വൈകുന്ന സമയം ജീവിതത്തിൽ വൈകുമ്പോൾ, ഇപ്പം അപ്പോസ്തലന്മാർ തന്നെ ഈശോ അടുത്ത് വന്ന എപ്പോഴാണ്? നേരം വൈകണമെന്നാണ് പറഞ്ഞത്. നേരം വൈകുമ്പോൾ വരാൻ പറ്റിയ ഒരാളാണ് കർത്താവ്. ഇത് മനോഹരമാണ് സുവിശേഷം അല്ലേ? ജീവിതത്തിൽ നേരം വൈകുമ്പോഴേ ഓടിയെത്താൻ പറ്റിയ ഒരാളാണ് ഈശോ. 6:35 മനോഹരമാണ്. മർക്കോസിൻ്റെ അപ്പോസ്തലന്മാരെ അവൻ്റെ അടുത്ത് വന്നു. എന്തിനാ വന്നതിനൊരു കാരണം എന്താ പറയണത്? കർത്താവേ നേരം വൈകുന്നു. 6:35 കർത്താവേ നേരം വൈകുന്നു. നമുക്കൊരാളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരം വൈകിയാൽ പറയാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് സിന്ധു ജോൺ. ഞാൻ വാടി ഇടവകയിൽ നിന്ന് വരുന്നു, കൊല്ലം രൂപത. ആദ്യമായി ഞാൻ പറയുന്നത്, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും. ഞാൻ ആദ്യമായി പറയുന്നത്, എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയുടെ കാര്യത്തിൽ തടസ്സമുണ്ടായിരുന്നു. 8 മാസത്തോളം ജോലിയില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് പല തവണ ഞങ്ങൾ പലയിടത്തും ജോലിക്ക് ശ്രമിച്ചിട്ടും നടന്നില്ല, വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അവസാനം നിന്ന ജോലി വർഷാപ്പ് പൂട്ടേ കെട്ടുകയും ചെയ്ത് പണിയില്ലാതെ.
പിന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ വഴിയില്ലാതിരുന്നപ്പോൾ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞ് നമുക്ക് മാതാവിൻ്റെ അടുത്തൊന്ന് പോകാം, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കെല്ലാം ശരിയാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ തിരുനടയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേന് ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഫോൺ വന്ന് ജോലിയുണ്ട് ജോണേ വരണേന്നും പറഞ്ഞ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്തിരിക്കുക, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛൻ വീട്ടിൽ ചെന്ന് ജോലിക്ക് പോയായിരുന്നു. ജോലിക്ക് ചെന്ന് 2 ദിവസമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് പറഞ്ഞ് ഇനി പണിയില്ല, ഉള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതുപോലെയായിരുന്നു പലതവണയും പറഞ്ഞിട്ട് പൂട്ടിയിട്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിത്തിരി ഉടമ്പടി ഉപ്പും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയത്. പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി മിക്സ് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ പോയി വർക്ക്ഷോപ്പിൻ്റെ 4 വശം ഈ ഉപ്പിട്, പിറ്റേ ദിവസം തൊട്ട് അച്ഛന് ജോലി കിട്ടും, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ്, പരിശുദ്ധമ്മ ജോലി തരുമെന്ന് പറഞ്ഞ്. അങ്ങനെ അച്ഛൻ ആ ഉപ്പുമായിട്ട് പോയി വർക്ക്ഷോപ്പിൻ്റെ 4 വശം ഉപ്പിട്ട്. പിറ്റേ ദിവസം വർക്ക്ഷോപ്പിലെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, ജോണേ പണിയുണ്ട് വരണേന്ന്. ആ ജോലി ഇന്ന് വരെ 8 മാസമായിപ്പോൾ 6 മാസമായി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഇന്ന് വരെ ആ ജോലി അച്ഛന് നഷ്ടപ്പെട്ടിട്ടില്ല. 250 രൂപ ശമ്പളം കൂട്ടിക്കൊടുത്ത് ഇന്നേത് വരെ ആ ജോലി നഷ്ടപ്പെടാതെ എല്ലാ ദിവസവും ജോലി കൊണ്ട് പോകുന്നുണ്ട്. രണ്ടാമത് എൻ്റെ ഇളയ മകന് വേണ്ടിയാണ്. ഇളയ മകൻ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന മകനാണ്. അവന് എല്ലാ കാര്യങ്ങൾക്കും അവിടെ നിന്ന് അച്ഛനോ കൈക്കാരനോ വിളിച്ചാൽ ഓടിപ്പോവും. ലീവുള്ള സമയത്ത് അവൻ ഇവിടെ നിന്നല്ല പഠിക്കുന്നത്, എറണാകുളത്ത് നിന്നാണ്. അവൻ എറണാകുളത്ത് നിന്ന് വരുമ്പം വിളിച്ചാൽ ഉടനെ ഓടിപ്പോവും. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏതൊരു അൾത്താരയിലായിരുന്നു. അപ്പോൾ ഇവിടെ ലീവിന് വന്ന സമയത്ത് അവിടെ നിന്ന് കൈക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞ് ആദർശവർണ്ണം വരണേന്ന് പറഞ്ഞ്, അങ്ങനെ ആദർശമോൻ വരണേന്ന് പറഞ്ഞിട്ട് മോൻ ചെന്നപ്പോൾ പറഞ്ഞ് പുകയ്ക്കാനുള്ള കരി എടുക്കാനായിട്ട് മേളിലൊന്ന് കയറണേന്ന് പറഞ്ഞ്. ഇവ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയപ്പോൾ കാലൊന്ന് പെട്ടെന്ന് മടങ്ങി. പക്ഷേ ഇയാൾ അത് കാര്യമാക്കാതെ തിരിച്ച് താഴെ വന്നിട്ട് കരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് താഴെ വന്ന് പിള്ളേരുമായിട്ട് പോയി പന്ത് കളിച്ചപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായ വേദന വന്ന് അവിടെ വെച്ച് കളി നിർത്തി വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കാലിന് ഭയങ്കര വേദനയുണ്ട്, ഞാൻ പന്ത് കളിച്ചപ്പോൾ വന്നപ്പോൾ ഞാൻ പന്ത് കളിച്ചപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മേളിൽ കയറിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അത് കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് പന്ത് കളിച്ചായിരുന്നു, അങ്ങനെ സംഭവിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേന്ന് ടോക്കൺ ബുക്ക് ചെയ്ത് ഡോക്ടറിനെ പോയി കാണിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മസിൽ പെയിൻ ആയതിൻ്റെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ചത്തെ ഗുളികയും തന്ന് പറഞ്ഞു വിട്ട്. അപ്പോൾ ആ ആഴ്ചയിൽ തന്നെ മോന് തിരിച്ചു പോകണമായിരുന്നു. അങ്ങനെ മോൻ തിരിച്ചു പോയി ഒരാഴ്ച. അപ്പോൾ ഇവർ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സ്റ്റെപ്പ് കയറിയാണ് എടുക്കുകയും ചെയ്യുന്നത്. ഇയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് അമ്മ എനിക്ക് വേദന കൂടുന്നുണ്ട്, കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യും, ലീവ് ഉണ്ടല്ലേ, എക്സാം വരെയല്ലേ, ലീവ് ഉണ്ടല്ലേ, മോൻ മിസ്സിനോട് പറഞ്ഞിട്ട് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരാഴ്ചയും കൂടെ നോക്കട്ടെന്ന് പറഞ്ഞു. 2 ആഴ്ച ആയപ്പോഴത്തേക്ക് തിരിച്ചാൾ വന്നിട്ട് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞമ്മ എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മോനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് കൊണ്ടുപോയി കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കുക. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്, അവൻ ആ മസിൽ പെയിനാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഡോക്ടറിനെ പറഞ്ഞു, ഡോക്ടറെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, കാരണം ഞങ്ങൾക്കൊരു സംശയമുണ്ട്, കാലിനൊരു ഏന്തുള്ളത് കണക്ക് തോന്നുന്നു നടക്കുമ്പം. അപ്പോൾ ഡോക്ടർ വെച്ചാൽ എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു എന്തോ എൻ്റെ മോന് നടക്കുമ്പോൾ കാലിനൊരു ഏന്തുണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് എഴുതി തന്ന് സ്കാൻ ചെയ്യാനായിട്ട്. അങ്ങനെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് പിറ്റേ ദിവസം ഡോക്ടറെ അടുത്തുകൊണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയി, ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ എക്സാം മുടങ്ങുമോ, പരീക്ഷയിൽ അവൻ എഴുതാൻ പറ്റത്തില്ല, തിരിച്ചുവിൻ്റെ പഠിത്തം, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഡോക്ടറെ, ഇന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്ത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്തുവാ? ഞാൻ പറയും ഇങ്ങനെ കാലിനോ, നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത്? ഇത് 6 മാസം ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് ചെയ്യേണ്ട ഓപ്പറേഷനാണ്, കിടക്കേണ്ടതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊച്ചിന് പെട്ടെന്ന് എഴുന്നേറ്റൊന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും വരത്തില്ല. 6 മാസം കഴിഞ്ഞാൽ പോലും തന്നെ അവന് ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ, വേറെയുള്ള കാര്യങ്ങളൊന്നും ഓടിച്ചാടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 28-ാം തീയതിന് ഡേറ്റ് എഴുതിയിട്ടിട്ട് തിരിച്ചു വന്ന്. എക്സാം കഴിഞ്ഞ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ച് ജോസഫച്ചൻ മോനെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് സേത്ത് പൂശി വിട്ടു മോനെ. ഞാൻ വീട്ടിൽ ചെന്ന അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെളിയിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടി ചെന്നപ്പോഴത്തേക്ക് 2 മഴവില്ല് മേളിൽ നിരഞ്ഞു. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ 2 മഴവില്ല്.
അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മകനെ മാതാവ് തൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എൻ്റെ മകൻ മാതാവിൻ്റെ സന്ദേശം എനിക്ക് കിട്ടിയത്. അന്ന് രാത്രി അപ്പോൾ എനിക്ക് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പനിയായി. ഞാൻ പനിയുടെ മരുന്നും കഴിച്ച് ഞാൻ ഒരു ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ പിറ്റേ ദിവസം ഉറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഞങ്ങളുടെ വാടിപ്പള്ളി ഇടവകയിൽ ആരാധന നടക്കുന്നു, ഭയങ്കരമായ സ്തുതിപ്പ് ആരാധന. അപ്പം ഞാൻ അവിടെ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പള്ളിയുടെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകിപ്പോകുന്നു. ആ പുഴയുടെ സൈഡിലൂടെ അച്ഛൻ നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ട്. ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകൻ ഇങ്ങനെ വയ്യ. അപ്പം അച്ഛൻ എൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, എല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മോൻ വന്ന് വിളിച്ച്, അമ്മ സമയം 2 മണി, അമ്മ ജപമാല ചൊല്ല എഴുന്നേൽക്കുന്നില്ലയോ? ഞാൻ പറഞ്ഞു, ആ എഴുന്നേക്കും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാനിപ്പോൾ അച്ഛനെ അല്ലേ സ്വപ്നം കണ്ടത്. ഞാൻ ഇവരോട് അന്നേരം പറഞ്ഞില്ല. ഞാൻ വൈകുന്നേരം രാത്രി കൊന്തയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മക്കളോട് പറഞ്ഞു, അപ്പം ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ട് എൻ്റെ മോന് സുഖം കൊടുക്കും മാതാവ്, കാരണം അച്ഛനെയല്ലേ ഞാൻ കണ്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണുന്ന അച്ഛൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. അത് ഒരു ഇത്തിരി നേരം ഞാൻ കണ്ടോളൂ. അച്ഛൻ വന്നുകൊണ്ട് പറഞ്ഞു, മോളെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്, പെട്ടെന്നാവട്ടെന്ന് പറഞ്ഞു. അച്ഛൻ കയറെന്ന് പറയുന്നതിനെ കൊണ്ട് പെട്ടെന്ന് എന്നെ ആരോ വന്ന് വിളിച്ചുണർത്തി. ഞാൻ അങ്ങ് എഴുന്നേറ്റ്. ഇതെല്ലാം ഉറക്കത്തിൽ ഞാൻ കാണുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എക്സാം കഴിയുമ്പോൾ കൊണ്ടുപോകണമല്ലോ. എക്സാം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. അപ്പം ഞങ്ങൾ ആദ്യം തന്ന റിസൾട്ട് വേറെ 2 ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചായിരുന്നു. അന്നേരം ആ ഒരു ഡോക്ടറാണ് ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ ഞങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു. രണ്ടാമത് കാണിച്ച ഡോക്ടർ ഞങ്ങളുടെ പറഞ്ഞ്, ഈ കുഞ്ഞിൻ്റെ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ പഴം തുണി പോലെ കീറിപ്പോയതാണ്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് അവന് ദൈവം കൊടുത്ത് അവനായിട്ട് ഇല്ലാതാക്കിയതാണ്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചിട്ടാൽ അത് ശരിയാവത്തോളം എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പിന്നെയും എൻ്റെ മൂത്തവൻ പറഞ്ഞ്, അമ്മ ഒരു കാര്യം ചെയ്ത് 2 ഡോക്ടർമാരല്ലേ പറഞ്ഞ്, ഒരു ഡോക്ടറിനെയും കൂടെ കാണിച്ച് നോക്കാൻ പറഞ്ഞ്. ഞാൻ വീണ്ടും അടുത്തൊരു ഡോക്ടറിൻ്റെ അടുത്തും ഈ റിസൾട്ട് ഞാനും മോനും അച്ഛനും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴും ആ ഡോക്ടറും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞത്, ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ വേറൊരു ചേച്ചിക്ക് റിസൾട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഡോക്ടർ പറയുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അച്ഛനെ കാണുന്നതും അച്ഛൻ്റെ അടുത്ത് വന്ന് പോകുന്നതും ഒക്കെ. പിന്നീട് ഞാൻ രണ്ടാമത്തെ സ്കാനിങ് ഡോക്ടറിൽ നിന്ന് എഴുതി മേടിച്ച് സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അന്ന് കിട്ടത്തില്ല, പിറ്റേ ദിവസം കിട്ടത്തോളം എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ മാതാവായിട്ട് ഞങ്ങളുടെ വിഷമവും ഞങ്ങളുടെ വെപ്രാളവും കണ്ടിട്ടായിരിക്കും അന്ന് തന്നെ 3:30 ആയപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് തന്ന്. മോൻ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അങ്ങനെ പറയത്തൊക്കെ കുഴപ്പമൊന്നും കാണും. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞില്ലേ, എന്നാലും നമുക്ക് ഡോക്ടറിനെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനോട്, വേറൊന്നും ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ ഒന്ന് ചിരിച്ച് എന്നെ നോക്കി, ചിരിച്ചിട്ട് പറഞ്ഞു, മോൻ നടന്ന് നോക്കട്ട്, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം അവനെ ഓപ്പറേഷത്തിന് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ, ഞാൻ ഇത്രയും വിചാരിച്ചോളൂ എൻ്റെ അമ്മയെടുത്ത്. അമ്മ എനിക്ക് വചനത്തിൽ തന്നതെന്ന് പറഞ്ഞാൽ രക്ഷിക്കാനാവാത്ത കര ഒരിക്കലും കുറുകിപ്പോയിട്ടില്ലെന്നാണ്. പക്ഷേ അമ്മ പറഞ്ഞത് എന്നോട്, നീ സങ്കടപ്പെടണ്ടെന്നാണ് എപ്പോഴും എന്നോട് പറയും. ഞാൻ അമ്മയെ, എൻ്റെ മകന് സുഖം തന്നില്ലെങ്കിൽ എല്ലാവരും പറയത്തില്ല അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ മക്കളും പപ്പായും പറയുമായിരുന്നു, നമ്മൾ ദൈവം പാതി നാം പാതി എന്നാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുമായിരുന്നു, മാതാവ് തരും, എനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഞാൻ എടുക്കുമ്പോൾ കിട്ടുന്ന വചനങ്ങളെല്ലാം നല്ലതാണ്, അതുകൊണ്ട് എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ മകന് തരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് എനിക്ക് നടുവേദന വന്ന് ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഡിസ്ക് ബൾജായി നിൽക്കുകയാണ്, ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് മരുന്ന് ചെയ്താൽ സുഖമാകത്തുള്ളൂ, അത് എപ്പോൾ സുഖമാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എത്ര നാളെടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആയുർവേദത്തിലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പുറത്ത് പോകാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അച്ഛനാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഒരു 3 ദിവസം ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാനിതിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലല്ലേ, അമ്മയുടെ ഉടമ്പടി തൈലമുള്ളടുത്ത്
ഞാൻ എന്തിനീ ഈ മരുന്ന് തേക്കുന്നത്, ഞാൻ അത് മാറ്റിയിട്ട് എല്ലാ ദിവസവും 2 നേരവും മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെ എനിക്ക് പള്ളിയിൽ പോയി ഇരുന്ന് കുർബാന കാണാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, മുട്ടുകുത്താൻ പറ്റത്തില്ല, പരിശുദ്ധ കുർബാന എടുത്തിട്ട് മുട്ടുകുത്താൻ പറ്റത്തില്ല, ആരാധന സമയം മുട്ടുകുത്താൻ പറ്റത്തില്ല. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേദനയായിരുന്നു അത്രയും. പക്ഷേ ഈ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേദന പതിയെ കുറഞ്ഞു വന്നു. ഇന്ന് എനിക്ക് ആ നടുവേദന എൻ്റെ ശരീരത്തിൽ എങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് എൻ്റെ മൂത്ത മകന് ഡിപ്ലോമ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ അവസാനത്തെ എക്സാം വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ഭയമുണ്ട്, ജയിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, എന്നാലും എന്തോ എനിക്കൊരു പേടിയുണ്ട്, അമ്മ പ്രാർത്ഥിക്കും, എന്നാലും ഞാൻ ജയിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട. അവന് പോകാൻ നേരമായപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ എണ്ണ തലയിൽ പൂശി കൊടുക്കുകയും ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ പേനയുടെ ക്യാപ്പിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഈ ഉപ്പെടുത്ത് ഇരിക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ 4 വശം ഇട്ടിട്ട് എഴുതണം. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട 7 എന്നുള്ളതിൻ്റെ 75% മാർക്കോടുകൂടി മോൻ പാസ്സാകുമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവ 85% മാർക്കോടുകൂടി പാസ്സായി. പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിനും എനിക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനക്കോടി നന്ദി പറയുന്നു ഞാൻ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന കണക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ രോഗികളെയും പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. പൊതിച്ചോറ് ഞങ്ങൾ മൂത്താൾ വീട്ടിലല്ല, അവൻ തിരുവനന്തപുരത്ത് നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇളയാളുള്ള സമയത്ത് ഇളയാളും പപ്പായും കൂടെ എന്നെ സഹായിക്കും, എല്ലാം വയ്ക്കാനും വിളമ്പാനും പൊതിഞ്ഞ് കെട്ടാനും. എന്നിട്ട് ഞങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും അവർക്ക് പൈസയും കൊടുത്ത് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്തുള്ള രോഗികൾ 1-2 പേരുണ്ട്, അവരെയൊക്കെ പോയി കാണും. പിന്നെ അറിയാം എവിടെയൊക്കെ രോഗികളുണ്ടോ അവിടെയൊക്കെ നമ്മളെ പറ്റുന്നിടത്ത് പോകും. പിന്നെ അനാഥാലയങ്ങളിൽ പോവും, അവിടെയും നമ്മൾ പോയി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യും, അവർക്ക് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്യും. പിന്നെ പ്രേക്ഷിത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം മേടിക്കും. ഞാൻ മേടിച്ചിട്ട് എൻ്റെ ഈ മകനുണ്ടായിരുന്ന സമയത്ത് ഇവനെയും കൊണ്ട് നടന്ന് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും നടന്ന് ഞാൻ പറയും, എൻ്റെ മോൻ ഇങ്ങനൊരു വലിയ അനുഗ്രഹം മാതാവ് തന്നതാണ്, അവന് ഓപ്പറേഷൻ കൂടാതെ സുഖമാക്കി തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ പോയി മാതാവിനെ കാണണം, മാതാവ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം തരുമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു, എല്ലായിടത്തും പറയുമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വയ്യാതെ തൊണ്ടയ്ക്ക് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. എനിക്ക് ഈ ഒരു പനി വന്നിട്ട് എനിക്ക് ശരീരം മണ്ടയും തലയൊക്കെ പഴുത്തിട്ട് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. കാറ്റ് പോലെ മാത്രമേ വരത്തുള്ളായിരുന്നു. അപ്പം ഞാനത് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ പോയി. വേറൊരു ചേച്ചി ഇരുന്നിട്ട് നമ്മുടെ ജാതിയല്ല, ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ച്, എന്താ മോളെ ഈ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ കയ്യിലിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ അടുത്ത് വെച്ച് കൊന്തയാണോ എന്ന് ചോദിച്ചു. ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ആന്ന് ജവമാലയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് വെച്ച് എങ്ങനെയാണെന്ന് ഞാൻ അത് മൊത്തം ഇരുന്ന് ചൊല്ലുന്ന രീതി, സൗണ്ട് ഇല്ല എനിക്കെങ്കിലും ഞാൻ എൻ്റെ സ്ട്രെയിൻ എടുത്ത് എന്നെ പറ്റുന്ന രീതിയിൽ ആ ചേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത. അപ്പോൾ ആ ചേച്ചി പറഞ്ഞപ്പോൾ ഇങ്ങനെയാണില്ലേ നിങ്ങൾ ജവമാല ചൊല്ലുന്നത്. ഞാൻ പറഞ്ഞു ആന്ന്, അത് അറിയാഞ്ഞൂടാത്തവർക്ക്. അപ്പം ഞാൻ ചോദിച്ചു മാതാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ കൃപാസനത്തിൽ? അപ്പോൾ പറഞ്ഞില്ല, എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആലപ്പുഴ കലവൂരാണ്, അവിടെ പോകണം മാതാവിൻ്റെ അടുത്ത്, ഞാൻ അവിടുത്തെ പ്രേക്ഷിതയാണ്, ഞാൻ അവിടെ പോകുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മാതാവ് എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിലി, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 4 വർഷമായിട്ട് അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് 2020 കാലഘട്ടത്തിലാണ്. അന്ന് ഞാൻ OET പഠിക്കുന്ന സമയമായിരുന്നു കോട്ടയത്ത്. ചേച്ചിമാർ വഴി ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുണ്ടെന്നും ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എക്സാം പാസ്സാവും അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അന്ന് എക്സാമിൻ്റെ സമയത്തൊന്നും ഇവിടെ വരാനോ ഒരു വട്ടമെങ്കിലും മാതാവിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. അവരയച്ചു തന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 ആകുമ്പോൾ ഞാൻ എന്നും ചൊല്ലുമായിരുന്നു. 4 മണിയാകുമ്പോൾ പഠിക്കും, 5:30 ആകുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, എന്നിട്ട് ചാപ്പലിൽ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ മാർച്ച് 2021 ഞാൻ എക്സാം പാസ്സായി, OET പാസ്സായി, ഞാൻ അയർലൻഡിലേക്ക് പോവുകയായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് പറ്റുമ്പോഴെല്ലാം ചൊല്ലും. എന്നാലും എനിക്ക് മാതാവിനോട് നല്ല വിശ്വാസമുണ്ട്. എങ്കിലും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി സത്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. 2024 മാർച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ
ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. അത് മറ്റൊന്നുമല്ല, എനിക്ക് ചെറിയ രീതിയിൽ വയറുവേദന പോലെ വന്നു. അതായത് വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാബ്ലറ്റ്, ഒരു പെയിൻ കില്ലർ ഒന്നും എടുത്തു കഴിഞ്ഞാൽ കുറയാത്ത രീതിയിലുള്ള വയറുവേദന. ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. നമുക്ക് ഇവിടുത്തെ പോലെ എല്ലായിടത്തും ഹോസ്പിറ്റൽസ് ഇല്ല, നല്ല ട്രീറ്റ്മെൻറ്റും ഫെസിലിറ്റീസും ഒന്നുമില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ കുറേ വട്ടം അവിടെ കാഷ്വാലിറ്റിയിൽ പോയി IV മെഡിക്കേഷൻസ് എടുത്തു. എനിക്ക് ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്ന് എമർജൻസി ആയിട്ട് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി. എല്ലായിടത്തു നിന്നും MRI എന്തൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 10 ദിവസത്തേക്കിന് ഞാൻ വന്നു. 10 ദിവസവും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഗൈനക് സൈഡിൽ നിന്ന് എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് കുറേ മെഡിസിൻസ് ഒക്കെ എടുത്തു. പക്ഷേ എനിക്ക് അവസാനം മെഡിസിൻസ് ഒക്കെ മതിയായി. കാരണം പീരീഡ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ദിവസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ബ്ലീഡിങ് എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് ഒന്നും വരാറില്ല, പക്ഷേ ഭയങ്കര വേദനയാണ്. അങ്ങനെ ഞാൻ മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നും ഞാൻ മിനിമം ഒരു 2 സാക്ഷ്യം കേൾക്കാതെ ഇരിക്കാറില്ലായിരുന്നു. എന്നും മിനിമം ഒരു 2 സാക്ഷ്യം കേൾക്കും. അച്ഛൻ്റെ ആരാധന കൂടും, ജപമാല ചൊല്ലും. അങ്ങനെ ഇരുന്നിട്ടും എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല. കാരണം ഇത് ഞാൻ ഓൺലൈൻ ചെയ്യുന്നതാണ്. എനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണത ഞാൻ എടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വന്നതോട് ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ സിസ്റ്ററും കൂടെ സെപ്റ്റംബർ 9, 2025 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മാതാവ് എനിക്കൊരു നല്ല വാർത്ത തന്നു. ഞാൻ പ്രഗ്നൻ്റായി. പ്രഗ്നൻസി വലിയ കുഴപ്പമില്ലാതെ 3 മാസത്തോളം പോയി. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബ്ലീഡിങ് ആയി. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്കൊന്നും പോകാൻ പറ്റില്ല, കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒന്നും എടുക്കരുത്. ഞാനൊരു നേഴ്സാണ്, അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ലോ ലയിങ് പ്ലാസൻ്റെയാണ് എനിക്ക്. അപ്പോൾ എനിക്ക് ഒന്ന് കുനിഞ്ഞൊരു ബുക്ക് പോലും എടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അവരെൻ്റെ അടുത്ത് പറഞ്ഞത് 34ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും ചിലപ്പം ഈ പ്ലാസൻ്റ കുറച്ച് മുകളിലേക്ക് വരും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ പോകേണ്ടി വരുമെന്ന്. കാരണം എനിക്ക് ഓൾറെഡി ബാക്ക് ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് സ്പൈനൽ അനസ്തീഷ്യ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് നോർമൽ ഡെലിവറി തരണേന്ന് പ്രാർത്ഥിച്ചു. 32ാമത്തെ ആഴ്ച തന്നെ മാതാവ്, ഞാൻ സ്കാനിന് പോയി. 34 പറഞ്ഞ് 32ാമത്തെ ആഴ്ച ഫീറ്റൽ മൂവ്മെൻറ്റ്സ് കുറവായി. ഞാൻ സ്കാനിന് പോയപ്പം സ്കാനിൽ മാതാവ് എനിക്കൊരു വലിയ അത്ഭുതമാണ് കാണിച്ചു തന്നത്. 2.5 സെൻറ്റിമീറ്റർ സെർവിക്സിൽ നിന്നും പ്ലാസൻ്റെ മുകളിലേക്ക് കയറിയെന്ന് അവിടെ വെച്ച് റേഡിയോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പ്രാർത്ഥന ഒന്നും മുടക്കാറുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ജപമാല ചൊല്ലും. പിന്നെ മമ്മി എനിക്ക് തൈലം തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വയറിൽ എന്നും തൂത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ 35 വീക്സോളം ഞാൻ ഡ്യൂട്ടിക്ക് പോയി. മാതാവ് എന്നെ താങ്ങി നടത്തി. അങ്ങനെ 40 വീക്സ് ആയപ്പോഴത്തേക്കിനും എനിക്കൊരു കുഞ്ഞിനെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബീനെ മാതാവ് തന്നു. ഇതാണ് കുഞ്ഞ്, ലൂക്ക എന്നാണ് പേര്. പിന്നീട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമേ പള്ളിയിൽ വന്ന് മാതാവിനെ കാണിച്ചിരുന്നു. പിന്നെ എനിക്ക് 2ാമത് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ എൻഡോമെട്രിയോസിസ്, അത് ഞാൻ ഒരാഴ്ച മുമ്പ് ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട് ചെയ്തു, ട്രാൻസ്വജൈനലും ചെയ്തു. എനിക്കിപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ 2 ഓവറിയും ഓക്കെയാണ്, സെർവിക്സ് ഫൈനാണ്, പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നീടുള്ള എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ അയർലൻഡിൽ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ഒരു റെൻ്റൽ വീടാണ്. അത് ഒരു 1 ബെഡ് 1 ബാത്ത് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ പപ്പയും മമ്മിയും വരുമ്പം എനിക്കൊരു കുറച്ചും കൂടെ ഒരു ബെഡും കൂടെ കൂടുതലുള്ള ഒരു വീട് തരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് ഈ പറയുന്ന മാതിരി ഒരുപാട് വാടകയൊന്നും കൊടുക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ മാതാവ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മാതാവ് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി വഴി എനിക്കൊരു വീട് കിട്ടി. എനിക്ക് ആ വീടൊന്ന് പോയി കാണുക പോലും വേണ്ടായിരുന്നു. ഞാൻ അതിനു മുമ്പ് തന്നെ യെസ് പറഞ്ഞു. അങ്ങനെ ഞാൻ റെൻറ്റിനൊരു വീട് എനിക്ക് റെൻറ്റിന് ഞാൻ മാതാവിനോട് വീട് ചോദിച്ചു. പക്ഷേ
3 മാസത്തിനുള്ളിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് മുമ്പ് എനിക്ക് സ്വന്തമായിട്ട് അയർലൻഡിൽ ഒരു വീടിൻ്റെ താക്കോലും മേടിച്ചിട്ടാണ് ഞാനിന്ന് നാട്ടിലേക്ക് വന്നത്. മാതാവ് തന്ന വലിയ അനുഗ്രഹത്തിന് ഞാൻ എന്നും മാതാവിനോട് കടപ്പെട്ടിരിക്കും. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തത്, ഞാൻ അയർലൻഡിലായിരുന്നു, എനിക്ക് ലീവും ഭയങ്കര കുറവാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പപ്പയ്ക്കും അമ്മയ്ക്കും പപ്പയ്ക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് വയ്യാത്ത പ്രായമായ അമ്മമാരുള്ള സ്ഥലത്ത് പോയി അവർ ഫുഡ് കൊടുക്കുകയും 2-3 നേരം ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഡെലിവറിക്ക് വേണ്ടി പപ്പയും മമ്മി അങ്ങോട്ട് വരുന്നതിൻ്റെ ആ മാസവും ഞങ്ങൾ ഫുഡ് അവർക്ക്, അതായത് വയ്യാത്ത ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ളിടത്ത്, അമ്മമാർ, പ്രായമായ അമ്മമാരുള്ളിടത്ത് അവിടെയൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ. പിന്നെ മമ്മി എല്ലായിടത്തും ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് പത്രം മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കൊണ്ടുവന്ന് പത്രം കൊടുക്കാറുണ്ട്. അത് പ്രാർത്ഥിച്ച് തന്നെയാണ് കൊടുക്കുന്നതെന്നാണ് മമ്മി എപ്പോഴും പറയുന്നത്. ഞാൻ ഇന്നുവരെയും കൃപാസനത്തിൽ മമ്മി തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ച് തന്നെയാണ് പോകുന്നത്. ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ വന്നിങ്ങനെ സാക്ഷ്യം പറയാൻ നന്ദി മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.